സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ് ആണ്. അപ്പം എല്ലാവർക്കും പോർക്ക് ഇഷ്ടമായിരിക്കും. അപ്പം നമുക്ക് ഇടിയപ്പം, ചോറ് ഇതിനൊക്കെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ ഫസ്റ്റ് വേണ്ടത് പോർക്കാണ്. ഇതിപ്പം 600 ഗ്രാം പോർക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പം സ്കിന്നും ഉണ്ട്, മീറ്റും രണ്ടും കൂടി മിക്സ്ഡ് ആണ്. നമ്മളിത് നാരങ്ങാനീരും നല്ല മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണത്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ വാഷ് ചെയ്യാം. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള 2 മീഡിയം സവാളയാണ് ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്. തക്കാളി ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ്. തക്കാളി ഒരുപാട് കൂടരുത്, അതുകൊണ്ടാണ് ഒരു മീഡിയം തക്കാളി മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതൊന്ന് ചതച്ചെടുത്താണ്. പിന്നെ തേങ്ങാക്കൊത്ത്, നിങ്ങൾ തേങ്ങാക്കൊത്ത് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തേങ്ങാക്കൊത്ത് എടുക്കുക. പിന്നെ ഓയിലാണ്. ഓയിൽ ഇപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയാണ്. പിന്നെ നമുക്ക് മസാല ഐറ്റംസ് ആണ്. മസാലയിൽ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് ഒരു 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത്, ഈ പോർക്കിൻ്റെ സ്കിന്നുണ്ട്. ഈ സ്കിന്നിൽ നിറയെ ഫാറ്റ് ഉണ്ടാവും, കൊഴുപ്പുണ്ടാവും. ഈ കൊഴുപ്പ് നന്നായിട്ട് കളയണം. ഒരു പാൻ വെച്ചിട്ട് നന്നായി വഴറ്റിയിട്ട് ആ കൊഴുപ്പ് മൊത്തം കളയണം. എന്നിട്ട് മീറ്റും കൂടെ ഇട്ട് പ്രഷർ കുക്കറിൽ വേവിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ സ്കിന്നിടാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സ്കിന്ന് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒരു പാനിൽ ഇട്ടിരിക്കുക. മീറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലിപ്പം മീറ്റിലൊരു മഞ്ഞ കളർ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയതുകൊണ്ടാണ് ഈ കളറുള്ളത്. അപ്പം സ്റ്റവ് ഓണാക്കുക. എന്നിട്ട് നന്നായി വഴറ്റണം. വഴറ്റിയിട്ട് അതിൻ്റെ കൊഴുപ്പൊക്കെ അപ്പം അങ്ങനെ ഇറങ്ങി വരും. അത് നിങ്ങൾ കളയണം. അങ്ങനെ അപ്പോൾ കൊഴുപ്പൊക്കെ പോകുമ്പം നമ്മുടെ ഈ സ്കിന്ന് നന്നായിട്ട് ചുങ്ങി വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് വഴറ്റുമ്പോൾ പൊട്ടി തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിത് വഴറ്റാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറും സ്കിന്ന് മാത്രം ഇടുക. അപ്പോൾ സ്കിന്ന് നിങ്ങൾക്ക് അറിയാം, നല്ല ഫാറ്റ് ഉണ്ടാവും. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയും. ആ ഫാറ്റൊക്കെ വരണം. പിന്നെ ഇതിൽ ഫുൾ ഫാറ്റ് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ആ ഫാറ്റ് കളയാൻ വേണ്ടി നിൽക്കരുത്. കുറച്ച് തോനെ വരുമ്പോൾ വേഗം കളയണം. എന്നിട്ട് അടുത്ത് വീണ്ടും വഴറ്റിയിട്ട് പിന്നെയും കളയണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് വീണ്ടും വലിച്ചെടുക്കാൻ, ഈ സ്കിന്ന് വീണ്ടും അത് വലിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. നന്നായി പോർക്ക് ഇറക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് വരെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. നോക്കിയാൽ ഇതുണ്ട്, അതിൻ്റെ ഫാറ്റൊക്കെ ഇങ്ങനെ വരുന്നു, ഓയിൽ പോലെ വരുന്നില്ലേ. ഇത് നിങ്ങൾ ഊറ്റിക്കളയുക. വീണ്ടും ഇളക്കുക, വീണ്ടും വരും, അത് വീണ്ടും ഊറ്റിക്കളയുക. അങ്ങനെ ചെയ്യണം. അങ്ങനെ ഒരു 5-6 തവണ ചെയ്യണം. അപ്പോൾ തന്നെ കുറേയൊക്കെ പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു 5 മിനിറ്റോളം ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ നെയ്യ് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം മറ്റേ അലുമിനിയൊക്കെ സ്റ്റീലൊക്കെ ആകുമ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിലാകുമ്പോൾ അടിയൊന്നും പിടിക്കില്ല, നന്നായി വരും. അപ്പോൾ ഇത് കുറച്ച് കണ്ടില്ലേ, ഒന്ന് ചുങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ വഴറ്റിയ സാധനം ഉരുക്കിയ സ്കിന്നും നമ്മുടെ മീറ്റും കൂടെ പ്രഷർ കുക്കറിൽ പാകത്തിന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 6 വിസിലോളം അടുപ്പിക്കുക. നന്നായി വേവണം. ഇതിലോട്ട് നമ്മുടെ മീറ്റ് കുറച്ച് മുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 കപ്പ് ലേശം വെള്ളം ഒഴിക്കുക. ഇപ്പോൾ കുക്കറിൽ ഞാൻ 7 വിസിലടുപ്പിച്ച് മാറ്റി വെച്ചതാണത്. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അതിൽ ഈ വെന്ത ഇറച്ചിയും കൂടി ഇട്ട്
നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കണം. ചട്ടി ചൂടായിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പോൾ ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുക, സവാള. ഉള്ളി വഴറ്റുമ്പോൾ ലേശം ഉപ്പിട്ട് ചേർത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റാം. സമയത്ത് നമുക്ക് കറിവേപ്പില ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുകയാണ്. മല്ലിപ്പൊടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീറ്റ് മസാല ചേർക്കുക. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുകയാണ്. തക്കാളി, തക്കാളി നന്നായിട്ട് അലിഞ്ഞു വരുന്ന വിധം ഇളക്കുക. നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇതിലോട്ട് ചേർക്കുക. അതിൻ്റെ വെള്ളം എല്ലാം കൂടി ചേർക്കണം. നമുക്ക് ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പുണ്ടാവില്ല അതിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പം എനിക്ക് ഇത്തിരി ലേശം കൂടി ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനോട് മൂടി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് പോലെ ആയി വരണം. ഒരു 10 മിനിറ്റോളം വേണ്ടി വരും കുക്കായി വരാൻ. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. നന്നായി മസാലയൊക്കെ അതിൽ പിടിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കരുത്. കാരണം അതിലധികം വെള്ളമില്ല, റോസ്റ്റായാണ് എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായി മസാലയൊക്കെ നല്ല പിടിക്കുന്നു. ഈ കൈയെടുക്കാതെ ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ നന്നായിട്ട് വരട്ടി മസാല നന്നായി പിടിച്ചൊരു ഡാർക്ക് കളറായി വരണം. അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് സമയമെടുത്ത് വരട്ടണം, എന്നാലും പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ.
നന്നായിട്ട് വഴണ്ട് നല്ല കറുത്ത കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾ നന്നായി ഇളക്കിയാൽ മതി. നല്ലോണം വഴണ്ടി വന്നു വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിർത്തുകയാണ്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇടാം. അപ്പം നമ്മുടെ ടേസ്റ്റി ഈസ്റ്റർ സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ ഒപ്പം, അപ്പത്തിൻ്റെ ഒപ്പം, പുട്ടിനൊപ്പം കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.